ഹലോ എവ്രി വൺ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെക്കൻഡ് പാർട്ട് ഓഫ് ക്ലാസ് 8 NCERT ഹിസ്റ്ററി, അതായത് ചാപ്റ്റർ 1 ഹൗ വെൻ ആൻഡ് വേർ എന്നുള്ളതിൻ്റെ നെക്സ്റ്റ് കണ്ടിന്യൂവേഷൻ ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ടോപ്പിക്കായിട്ടുള്ള വാട്ട് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഡു നോട്ട് ടെൽ എന്ന ടോപ്പിക്കും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് കാണാത്തവരെല്ലാവരും കാണണം, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ നമുക്ക് പാർട്ടിലേക്ക് പോകാം. ഓക്കെ, ദിസ് ഈസ് ദ പാർട്ട്. ഓക്കെ, ഫ്രം ദിസ് വാസ്റ്റ് കോർപ്പസ് ഓഫ് റെക്കോർഡ്സ് വി ക്യാൻ ഗെറ്റ് ടു നോ എ ലോട്ട്, ബട്ട് വി മസ്റ്റ് റിമെമ്പർ ദാറ്റ് ദീസ് ആർ ഒഫീഷ്യൽ റെക്കോർഡ്സ്. അപ്പോൾ ഈ റെക്കോർഡ്സിനകത്ത് നിന്ന് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇതെല്ലാം ഒഫീഷ്യൽ റെക്കോർഡ്സ് ആയിരുന്നു. ദേ ടെൽ us what officials thought, what they are interested in and what they are wished to preserve for the posterity. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് എന്താണ് അവർക്ക് ഇഷ്ടമായിട്ടുള്ളത്, അതായത് ബ്രിട്ടീഷ് റൂളേഴ്സിന് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ മാത്രവും അതുപോലെ തന്നെ എന്താണ് അവർക്ക് നല്ലതായി തോന്നിയിട്ടുള്ളത് മാത്രമായിരുന്നു ഈ ഒഫീഷ്യൽ റെക്കോർഡ്സിനകത്ത് അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ എഴുതി വച്ചിട്ടുള്ളത്. These records do not always help us to understand what other people in the country felt and what lay behind their action. Okay, ഇതിനകത്ത് എന്താണ് നമ്മുടെ ഇന്ത്യൻസ്, നമ്മുടെ കൺട്രിയിലുള്ള ഇന്ത്യൻസ് എന്താണോ ചിന്തിച്ചത്, എന്താണ് അവർക്ക് ഫീൽ ചെയ്തത്, അതുപോലെ തന്നെ എന്ത് ആക്ഷൻസാണ് അവർ ചെയ്തത്, ഇതൊന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇത് എല്ലാം ബ്രിട്ടീഷേഴ്സിന് മാത്രം സ്വന്തമായിട്ടുള്ള റെക്കോർഡ്സ് ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പ്രത്യേകം പറഞ്ഞു ഇത് ഒഫീഷ്യൽ റെക്കോർഡ്സ് ആയിരുന്നു എന്ന്. ഫോർ ദാറ്റ് വി നീഡ് ടു ലുക്ക് എൽസ്വെയർ. അപ്പോൾ നമ്മൾ ഇന്ത്യൻസിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കേണ്ടി വരും. വെൻ വി ബിഗിൻ ടു സെർച്ച് ഫോർ ദീസ് സോഴ്സസ് വി ഫൈൻഡ് ദം ഇൻ എ പ്ലെൻറ്റി, ദോ ദേ ആർ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദാൻ ഒഫീഷ്യൽ റെക്കോർഡ്സ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഏത് നമ്മൾ വേറെ ആൾക്കാരിൽ നോക്കുകയാണെങ്കിൽ, ഒഫീഷ്യൽ റെക്കോർഡ്സ് ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസാണ്, സപ്പോസ് ചില ആൾക്കാർ ഡയറീസ് ചെയ്തിട്ടുണ്ടാകും, ചില ആൾക്കാർ പിൽഗ്രിംസും അതുപോലെ തന്നെ ട്രാവലേഴ്സും അവരുടേതായിട്ടുള്ള ട്രാവൽ ബ്ലോഗ് എഴുതിയിട്ടുണ്ടാകും, അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ടാകും, ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്. ഇതെന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാം എന്തായിരുന്നു ഇന്ത്യൻസിൻ്റെ സിറ്റുവേഷൻ ദാറ്റ് ടൈമിൽ. ഓക്കെ, ആൻഡ് പോപ്പുലർ ബുക്ക്ലെറ്റ്സ് ദാറ്റ് വി ആർ സോൾഡ് ഇൻ ദ ലോക്കൽ ബസാർസ്. അപ്പോൾ ലോക്കൽ ബസാർസ് എന്നൊക്കെ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ചില ബുക്സൊക്കെ ഉണ്ടാവും, അതിനകത്തും ചിലപ്പോൾ ഇതിനെപ്പറ്റി പരാമർശിച്ചേക്കാം. ആസ് ദ പ്രിൻറ്റിംഗ് സ്പ്രെഡ് ദ ന്യൂസ് പേപ്പേഴ്സ് വെർ പബ്ലിഷ്ഡ് ആൻഡ് ദ ഇഷ്യൂസ് വെർ ഡിബേറ്റഡ് ഇൻ ദ പബ്ലിക്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇന്ത്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നതെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ പബ്ലിഷിംഗ്, പ്രിൻറ്റിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ന്യൂസ് പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഈ കാര്യമായിട്ടുള്ള ഇഷ്യൂസൊക്കെ പബ്ലിക്കിനകത്ത് അവർ ഡിസ്കസ് ചെയ്തു. നമ്മൾ മുന്നേ പൊളിറ്റിക്സിനൊക്കെ പഠിച്ചിട്ടുണ്ട്, ഈ പഞ്ചായത്ത് രാജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്തൊക്കെ ഇവർ എല്ലാവരും കൂടെ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ദ ലീഡേഴ്സ് ആൻഡ് റിഫോമേഴ്സ് റോട്ട് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ്, പോയിറ്റ്സ് ആൻഡ് നോവലിസ്റ്റ് റോട്ട് ടു എക്സ്പ്രസ് ദെയർ ഫീലിങ്സ്. അപ്പോൾ ലീഡേഴ്സും അതുപോലെ തന്നെ റിഫോമേഴ്സും ഒക്കെ ഓരോ ഐഡിയാസും പോയിറ്റ്സും അതുപോലെ തന്നെ നോവലിസ്റ്റുകളൊക്കെ അവരുടേതായിട്ടുള്ള ഐഡിയകളൊക്കെ അവരുടേതായിട്ടുള്ള ഫീലിങ്സൊക്കെ അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. All these sources, however, were produced by those who are literate. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം വിവരമുള്ള ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ മാത്രമായിരുന്നു ഈ സോഴ്സസൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ഈ പോയിറ്റ്സൊക്കെ എന്തായാലും ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഫ്രം ദീസ് വി വിൽ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഹിസ്റ്ററി വാസ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ലിവ്ഡ് ബൈ ദ ട്രൈബൽസ് ആൻഡ് ദ പെസൻസ്. നമുക്കറിയാം, ഇപ്പോൾ ഏത് കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഈ ട്രൈബൽസും അതുപോലെ തന്നെ പെസൻസും, അതായത് മുൻ കാലഘട്ടങ്ങളിൽ ട്രൈബൽസും പെസൻസൊക്കെ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവരിൽ അധികം ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഈ ന്യൂസ് പേപ്പറിലും കാര്യങ്ങളിലൊക്കെ എഴുതുന്ന ആൾക്കാർ അത്യാവശ്യം ലിറ്ററേറ്റുള്ള ആൾക്കാരാണ്. അവർ അവരുടേതായിട്ടുള്ള ഫീലിങ്സൊക്കെ അതിനകത്ത് എഴുതി വെക്കും. പക്ഷേ എന്താണ് നമ്മൾ ട്രൈബൽസിൻ്റെയും അതുപോലെ തന്നെ കർഷകരായിട്ടുള്ള പെസൻസിൻ്റെയൊക്കെ നമ്മൾ നോക്കുക, അവരുടെ ജീവിതശൈലികളും അവരുടെ കാര്യങ്ങളും അവരുടെ ദുരിതങ്ങളും നമുക്ക് കാണാൻ കഴിയുണ്ടായിരുന്നില്ല. കാരണം they were illiterate that time. The workers in the mines are poor in the streets. അവരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നത്. ഗെറ്റിംഗ് ടു നോ their lives is more difficult task. അവരുടെ ലൈഫ് ഒന്ന് നമുക്ക് അറിയാമെന്ന് പറയുന്നത് അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു at that times. Okay, yes, this can be done if we make a little bit of effort. When you read this chapter you will see how this can be done. Okay, ഈ ചാപ്റ്റർ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവരിതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പം ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളിനി മൂവിങ് ഓൺ ടു ദ എക്സസൈസ് പാർട്ടാണ്. ഓക്കെ, ലെറ്റ്സ് റീകോൾ. ഫസ്റ്റ് ഈസ് state true or false.
എ ആണ്. ജെയിംസ് മിൽ ഡിവൈഡഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ടു 3 periods. ദിസ് ട്രൂ ഓർ ഫാൾസ്? അതായത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നായിരുന്നു ജെയിംസ് മില്ല് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റാണോ സ്റ്റുഡൻസ്? അല്ല. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു, ജെയിംസ് മില്ല് ഇന്ത്യൻ ഹിസ്റ്ററിയെ ഡിവൈഡ് ചെയ്തത് 3 periods ആയിട്ടായിരുന്നു. ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ് എന്നായിരുന്നു, നോട്ട് ക്രിസ്ത്യൻ. സോ ദ statement is false. So moving on to the B, official documents helps us to understand what the people of the country think. അപ്പോൾ ഇത് കറക്റ്റാണോ, ശരിയാണോ, തെറ്റാണോ? യെസ്, ഇറ്റ്സ് ഫോൾസ്. ഇത് ഫോൾസ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒഫീഷ്യൽ റെക്കോർഡ്സിനകത്ത് ബ്രിട്ടീഷേഴ്സിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻസിന് ഉള്ള ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ദേ വർ ഒഫീഷ്യൽ. ഓക്കെ. The British thought the surveys were important for effective administration. Yes, true. ബ്രിട്ടീഷേഴ്സ് ശരിയാണ്, ഈ സെൻറ്റൻസ് കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ബ്രിട്ടീഷേഴ്സിന് ഒരു വിചാരം ഉണ്ടായിരുന്നു ഈ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാമെന്നും അതുപോലെ തന്നെ സർവേസൊക്കെ നടത്തുന്നതെന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ആ സെൻറ്റൻസ് എന്ന് പറയുന്നത് ട്രൂ ആയിരുന്നു. ഫസ്റ്റ് 2 സെൻറ്റൻസ് ഫാൾസ് ആയിരുന്നു. സോ ലെറ്റ്സ് ഡിസ്കസ് the question number 2. What is the problem with the periodization of Indian history that James Mill offers? അപ്പോൾ ജെയിംസ് മില്ലിൻ്റെ periodization എന്തായിരുന്നു ആൾക്കാർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? ഓക്കെ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ജെയിംസ് മില്ല് പറഞ്ഞു വെച്ചാൽ periodization എന്ന് പറയുമ്പോൾ ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ് എന്നായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനകത്ത് ബ്രിട്ടീഷ് റൂള് സുപ്പീരിയർ ആയിട്ടാണ് അയാൾ കാഴ്ചവെച്ചത്. സോ ആസ് പെർ ഹി ക്ലെയിം ദാറ്റ് സുപ്പീരിയോറിറ്റി ഓഫ് ബ്രിട്ടീഷ് ഓവർ ദി ഹിന്ദു ആൻഡ് മുസ്ലിംസ്. അപ്പോൾ ജെയിംസ് മില്ല് വേറൊരു കാര്യം ക്ലെയിം ചെയ്തതെന്ന് വെച്ചാൽ ദർ വെർ മെനി കാസ്റ്റ് ഇൻടോളറൻസ്, അതുപോലെ തന്നെ യൂറോപ്യൻ ഒരുപാട് ടാബൂസും അതുപോലെ തന്നെ ഒരുപാട് സൂപ്പർസ്റ്റിഷൻസും ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് യൂറോപ്യൻ മാനേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ, അതായത് ആർട്സിലും കൾച്ചറൽ ആക്ടിവിറ്റീസിലും ലോസൊക്കെ ഇന്ത്യയിലേക്ക് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഭരണത്തിലുള്ള ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ actually for him the Asian civilization is much lower than that of the European. ഏഷ്യ അത്ര സിവിലൈസ്ഡ് അല്ലായിരുന്നു യൂറോപ്യനെ കമ്പയർ ചെയ്യുമ്പോൾ. ആസ് വെൽ ആസ് ഇവിടെ ഹിന്ദു ആൻഡ് മുസ്ലിംസ് ഡിസ്പോട്ട്സ് വർ റൂൾഡ് ഇന്ത്യ. ഹിന്ദു ആൻഡ് മുസ്ലിം ഡിസ്പോട്ട്സ് ആയിരുന്നു ഇന്ത്യ റൂൾ ചെയ്തത് ബിഫോർ ഇൻട്രൊഡക്ഷൻ ഓഫ് ബ്രിട്ടീഷേഴ്സ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു റിലീജിയസ് ഇൻടോളറൻസും കാസ്റ്റ് ടാബൂസും അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷൻസും ആയിരുന്നു നമ്മുടെ സോഷ്യൽ ലൈഫിൽ അന്ന് കൂടുതലായിട്ട് നിന്നിരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ periodization പ്രോബ്ലം എന്ന് പറയുന്നത്. സുപ്പീരിയറിറ്റി ആയിരുന്നു മെയിനായിട്ട്, ബ്രിട്ടീഷ് റൂള് സുപ്പീരിയർ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് why did the British preserve the official records? ബ്രിട്ടീഷ് എന്തിനാണ് ഒഫീഷ്യൽ റെക്കോർഡ്സ് പ്രിസർവ് ചെയ്തത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷേഴ്സിന് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു വേ ഓഫ് എക്സ്പ്രസ്സിങ് എവറിത്തിങ് ആയിരുന്നു. അതുപോലെ തന്നെ അവർ അത് റൈറ്റ് എഴുതിയിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെച്ചു. പിന്നെ ആഫ്റ്റർ പ്രിൻറ്റിംഗ് ഇൻട്രൊഡക്ഷന് ശേഷം അതെല്ലാം പ്രിൻറ്റ് ചെയ്തു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. പിന്നെയെന്ന് വെച്ചാൽ അവർക്ക് ഇതൊക്കെ ഉണ്ടായാൽ തന്നെ അവർക്കിത് പെട്ടെന്ന് ഈ റെക്കോർഡ്സും അതുപോലെ തന്നെ ഒക്കെ എഴുതി വെച്ചാൽ ഇറ്റ് വിൽ ബി ഈസിയർ for them to study and debate. അപ്പോൾ according to British they needed official records of all what they thought it was right, and ഇതൊക്കെ ഒരു കാലഘട്ടത്തിലൊരു പ്രൂഫായിട്ട് അവർക്ക് കാഴ്ചവെക്കായിരുന്നു. അതായിരുന്നു അവരുടെ മെയിൻ ഉദ്ദേശം. അതാണ് ഇതിൻ്റെ ആൻസർ. അതായത് ബ്രിട്ടീഷേഴ്സ് പ്രിസർവ് ഒഫീഷ്യൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്. So moving on to the question number 4, how will the information historians get from the old newspaper be different from that of the found in the police reports? ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ഹിസ്റ്റോറിയൻസിന് ന്യൂസ് പേപ്പേഴ്സിലുള്ളതാണോ കറക്റ്റ് തിങ് അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട്സിനകത്തുള്ള ഇൻഫർമേഷൻസ് ആണോ കറക്റ്റ് എന്ന്? അപ്പോൾ ഇതിനുള്ള ആൻസർ എന്ന് വെച്ചാൽ ഹിസ്റ്റോറിയൻസിന് ഇൻഫർമേഷൻ ടൂളായിരുന്നു മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഓൾഡ് ന്യൂസ് പേപ്പേഴ്സിൽ വാട്ട് എവർ റിട്ടേൺ ഈസ് റിപ്പോർട്ടേഴ്സ് വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറി ഉണ്ട്, അതുപോലെ തന്നെ പോയറ്റ്സ് ഉണ്ട്, നോവലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ലിറ്ററേറ്റ് ആണ്, അവരുടെ വ്യൂസാണ് എക്സ്പ്രസ് ചെയ്തത്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സിനകത്തും ഈ ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സിൻ്റെ വ്യൂസ് ആയിരുന്നു എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വാട്ട് എവർ ഹാസ് റിട്ടൺ ഇൻ ദ പോലീസ് റിപ്പോർട്ട്സ് വർ അബൌട്ട് ഫാക്ട്സ്, അത് ഫാക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സും കാര്യങ്ങളൊക്കെ
എവ്രിത്തിങ്, അതായത് അവർക്ക് വേണ്ടത് മാത്രമേ അവർ എഴുതി വയ്ക്കുള്ളൂ. വാട്ട് എവർ ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ, അവരെന്താണ് ഇൻട്രസ്റ്റ് ചെയ്തത് അത് മാത്രമേ ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ എഴുതി വെക്കാറുള്ളൂ. പക്ഷേ പോലീസ് റിപ്പോർട്ട്സ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഷോ വാട്ട് ദ എൻറ്റയർ തിങ് ഇസ്, എൻ്റെ ഫാക്റ്റ് എന്താണെന്ന് ആണ് പോലീസ് റിപ്പോർട്ട്സിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദിസ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ന്യൂസ് പേപ്പേഴ്സ് ആസ് വെൽ ആസ് ദി പോലീസ് റിപ്പോർട്ട്സ് അറ്റ് ദാറ്റ് ടൈംസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇതോടെ ഞാൻ എൻ്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്ത പാർട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണിൽ കൂടി അമർത്തണം. അപ്പോൾ താങ്ക് യു എവ്രി വൺ. പുതിയൊരു സെക്ഷനായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു ഓൾ.